കണ്ടക്ടർ ഡബിൾ ബെൽ അടിച്ചു. ആനവണ്ടിയുടെ വടയം പിടിച്ച് ചരിത്രത്തിലേക്ക് കാട്ടാക്കടക്കാരി രാജി. കാട്ടാക്കടയിൽ ടാക്സി ഡ്രൈവറായിരുന്ന രസാലത്തിൻ്റെയും ശാന്തയുടെയും മകൾ കാട്ടാക്കട പനയങ്കോട് തടത്തരികത്ത് വീട്ടിൽ വെൽഡിംഗ് തൊഴിലാളിയായ ബനാർജിൻ്റെ ഭാര്യ രാജിയാണ് KSRTC ചരിത്രത്തിൽ പൊതു ഇടം നേടുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ വനിതാ KSRTC ഡ്രൈവറും തിരുവനന്തപുരം ജില്ലയിലെയും കാട്ടാക്കട ഡിപ്പോയിലെയും ആദ്യ വനിതാ KSRTC ഡ്രൈവറുമായി മാറിയിരിക്കുകയാണ് രാജി. അച്ഛൻ ഡ്രൈവറായതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ് രാജിക്കും വാഹനങ്ങളോടുള്ള ഇഷ്ടം. ഈ ഇഷ്ടം ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകയായും ഒടുവിൽ ഇപ്പോൾ KSRTC ബസ് ഡ്രൈവറായും എത്തി നിൽക്കുന്നു. കാട്ടാക്കടയിൽ രാജു ഡ്രൈവിംഗ് പരിശീലകയായി ചെറുവാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ആദ്യമായാണ് വലിയ വാഹനത്തിൽ കാണുന്നത്. അതും KSRTCയിലായപ്പോൾ ആളുകൾക്ക് അത്ഭുതവും ആശ്ചര്യവുമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:50 കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നും കാട്ടാക്കട പ്ലാമ്പഴഞ്ഞി റൂട്ടിൽ ആദ്യ ട്രിപ്പ് പുറപ്പെടുമ്പോൾ RNE 959 വേണാട് ബസ്സിലെ യാത്രക്കാർക്കും സ്റ്റാൻഡിലെ മറ്റു ബസ്സിലെയും സ്റ്റാൻഡിൽ കാത്തുനിന്ന യാത്രക്കാർക്കും ഒക്കെ കൗതുകമായി ഡ്രൈവിംഗ് സീറ്റിലെ വനിത. ആദ്യ യാത്രയും KSRTC ഡ്രൈവിംഗും ഒരു പ്രത്യേക അനുഭവമായി മാറിയെന്ന് രാജി പറഞ്ഞു. ഉച്ചയ്ക്ക് 1:50 പുറപ്പെട്ട പ്ലാമ്പഴഞ്ഞിയെ തുടർന്ന് 3 മണിക്ക് കോട്ടൂർ, കിക്മ, നെയ്യാർ ഡാം, കാട്ടാക്കട, 4:30 പാപ്പനം സർക്കുലർ, 5:30 പന്നിയോട് സർക്കുലർ, 6:45 കോട്ടൂർ കാട്ടാക്കട, 8:10 കോട്ടൂർ കാട്ടാക്കട എന്നിങ്ങനെ രാത്രി 10ഓടെ ആദ്യ ഡ്യൂട്ടി അവസാനിക്കുമ്പോൾ ആദ്യ ദിനത്തിൽ 150 കിലോമീറ്ററാണ് രാജി ബസ് ഓടിച്ചത്. KSRTC നടത്തിയ പരീക്ഷയിൽ 100ഓളം പേരിൽ നിന്നും 2ാം റാങ്കോടെ പാസ്സായ രാജി പരീക്ഷയിലെയും ഏക വനിതയായിരുന്നു.